എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ ചന്ദ്ര രതീഷാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് അഭിനിധി ഹോസ്പിറ്റൽ കണ്ണിക്കാടാണ്. ഇന്ന് ഞാൻ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചേഞ്ച് വന്ന ഒരു മിറാക്കിളായ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. എക്സാക്ട്ലി ഒരു വർഷം കഴിഞ്ഞു. എനിക്കൊരു മുട്ട് വേദനയായിട്ട്, ഒരു മുട്ടിൽ നീര് വന്നിട്ട് എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാതെ ഞാൻ കിടപ്പായിരുന്നു. ആ സമയത്ത് ഞാൻ കിംസിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഓർത്തോ ഡോക്ടറാണ്. അവരെല്ലാവരും എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പെയിൻ കുറഞ്ഞില്ല. അതിൻ്റെ എനിക്ക് ഒരു സർജറി അഡ്വൈസ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ജ്യൂസ്, ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നു. ആ പ്രോഡക്റ്റാണ് ഐപൾസ്. ഈ പ്രോഡക്റ്റ് എനിക്ക് ചേച്ചി ഇതൊന്ന് കുടിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അവർ ഇൻസ്ട്രക്ട് ചെയ്തതുപോലെ ഒരു 30 ml രാവിലെ, 30 ml നൈറ്റിൽ, ജസ്റ്റ് ബിഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കഴിക്കാനാണ് പറഞ്ഞത്. ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു. അലോങ് വിത്ത് മൈ പെയിൻ കില്ലേഴ്സ് ഞാൻ കഴിച്ചു. എക്സാക്ട്ലി ഒരു 4-5 days ആയപ്പോൾ എനിക്ക് പെയിൻ കുറഞ്ഞു. പക്ഷേ പെയിൻ വാസ് സോ സിവിയർ. എനിക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഈവൻ ടോയ്ലറ്റിൽ പോയി ഇരുന്നാൽ എണിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഞാൻ മറിഞ്ഞ് വീഴുകയാണ്. അത്ര പെയിനായിരുന്നു എൻ്റെ റൈറ്റ് നീ ജോയിൻറ്റിൽ. അത്ര ഞാൻ കരയായിരുന്നു. ഇഷ്ടം ഞാൻ അത്ര പെയിൻസ് ആയിരുന്നു. പക്ഷേ ഭയങ്കര ഇത്രയും പെയിൻ കില്ലേഴ്സ് ഇഞ്ചക്ഷൻസ് ഇട്ടിട്ട് എനിക്ക് കുറഞ്ഞ. കാരണം ഫാമിലി ദിവസം നമുക്കൊരു സർജറി ചെയ്യണം, ഒരു ലിഗമെന്റ് സ്ട്രെയിൻ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് പെയിൻ കുറച്ച് കുറഞ്ഞു. അത് പിന്നെ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞപ്പം ആ കാലിലിരിക്കുന്ന നീരും നല്ല കുറഞ്ഞു. നീര് കുറഞ്ഞപ്പോൾ എനിക്ക് പതുക്കെ കാലിൽ നടക്കാൻ പറ്റും. അപ്പം ഞാൻ ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ഇത്രയും പെയിൻഫുള്ളായിട്ട് പെയിൻ എന്താണ് വാട്ട്സ് എ മിറാക്കിളായിട്ടൊന്നും, പക്ഷേ എനിക്ക് പെയിൻ നന്നായിട്ട് കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഡോക്ടർ 3 months I was 90 kgs. അപ്പോൾ എന്നെ അഡ്വൈസ് ചെയ്തു, ഡോക്ടർ കുറച്ച് വെയിറ്റ് കുറയ്ക്കാനുള്ള നാച്ചുറൽ ഒരു വെയിറ്റ് മെയിൻ്റനൻസ് പ്രോഡക്റ്റ് ആണ്. അങ്ങനെയാണ് ഞാൻ ആ സ്ലിം ബാർ കഴിച്ചത്. ആ സ്ലിം ബാർ സ്റ്റാർട്ട് ചെയ്തു ഞാൻ. അതിൻ്റെ കൂടെ ഞാൻ ഡയബറ്റിക് ആയിരുന്നു, ഞാൻ ഇൻസുലിനിലായിരുന്നു. അതിൻ്റെ കൂടെ 2 ടാബ്ലറ്റ്സ് കൂടെ ആയിരുന്നു. എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിരുന്നു ആൻഡ് കൊളസ്ട്രോൾ ആൻഡ് BP എപ്പോഴും ഹവറേജായിരുന്നു. 180, 110 ഒക്കെ ആയിരുന്നു. ടോട്ടലി ഐ വാസ് ഫുള്ളി സിക്ക് പേഷ്യൻ്റ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഡയബറ്റിക്ക് ഈ കോഫി അലോങ് വിത്ത് മൈ ഇൻസുലിൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ കോഫി 2 നേരം കുടിച്ചു. ഒരു മാസത്തിനകത്ത് എനിക്ക് എൻ്റെ ഷുഗർ ലെവൽ വിച്ച് വാസ് ഓൾവേസ് ഇൻ ഫാസ്റ്റിംഗ് 300 ഇരുന്നു, പോസ്റ്റ് ഫ്രണ്ടിലൊക്കെ 400 ഒക്കെ ഇരുന്നു. ആ ഒരു ഇതിൽ ഞാൻ ഈ കോഫി സ്റ്റാർട്ട് ചെയ്തു വിട്ടു. അപ്പോൾ ഒരു മാസം നോക്കിയപ്പം എൻ്റെ ഷുഗർ ലെവൽ കുറഞ്ഞു. HbA1c 8 ആയിരുന്നു. അപ്പോൾ അത് ഒരു 6 വന്നു. പിന്നെ ഞാൻ കോഫി കണ്ടിന്യൂ ചെയ്തു സ്ലോലി. ഇന്ന് ഞാൻ ഇൻസുലിനും ഇല്ല, ടാബ്ലറ്റ്സ് ഇല്ല, ഉള്ളി കോഫി 2 നേരം കഴിക്കുന്നു. ഷുഗറിൽ കണ്ടിന്യൂ. തേർഡ് തിങ്, ഞാൻ ഐസ്ക്രീം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം ഒരു 3 kgs 4 kgs. ഇന്ന് ഒരു 6 monthsനകത്തായി 25 kgs. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി പിഗ്മെൻറ്റേഷൻ സ്പേസിലുണ്ടായിരുന്നു. ഈ പിഗ്മെൻറ്റേഷൻ അത്രയും ക്ലിയർ ചെയ്തത് എനിക്കറിയാം. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഒരു മെഡിസിൻ എടുക്കുന്നില്ല. ഞാൻ ഈ പ്രോഡക്ട്സിലാണ്. അതുമാത്രമല്ല, ഞാനിവിടെ ഫ്രണ്ട് ലൈനിൽ ഒരു കണ്ണൻ സോളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒത്തിരി പേഷ്യൻസ് കോവിഡ് പോസിറ്റീവ് ഞാൻ ടെസ്റ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു, ഞാൻ നെഗറ്റീവ്. അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു ജ്യൂസ് ഐപൾസ് ഇത് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഇത് നമ്മളെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കൂട്ടും. അതുമാത്രമല്ല, ഇത് ഒരു കാർഡിയോവാസ്കുലർ, നമ്മുടെ ഹാർട്ടിനെ കൂടെ പ്രൊട്ടക്ഷൻ തന്നത്. ഇന്ന് കോവിഡ് സീസണാണ്. ഈ കോവിഡ് സീസണിൽ ഇന്ന് വരെ വാക്സിൻസ് കണ്ടുപിടിച്ചില്ല. എല്ലാ ഡോക്ടേഴ്സും നമ്മളെല്ലാവരും അഡ്വൈസ് ചെയ്യുന്നു, പ്ലീസ് ഇൻക്രീസ് യുവർ ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫുഡ് എടുത്ത് കഴിക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഞാൻ ഇത്രയും മാർക്കറ്റിൽ വന്നത് എനിക്ക് ഈ ഒരു ജ്യൂസ്, കാരണം ഇതിനകത്തിരിക്കുന്ന അസൈബറി, ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി, ഇതിൻ്റെ റാങ്ക് വാല്യൂ ഭയങ്കര ഹൈ ആണ്. ഇറ്റ് ഈസ് നിയർലി 7,000. നമ്മുടെ ബോഡിക്ക് 5,000 മതി. അത് 3.5 kg ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ ഐപ്പിൾസിൽ നമുക്ക് 7,000 റാങ്ക് വാല്യൂ കിട്ടും. സോ ഇത് ബ്യൂട്ടിഫുൾ ജ്യൂസാണ്. ഇത് കുടിച്ചിട്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, അത് മാറി. എനിക്ക് ഇനി ഒരു പ്രോബ്ലം വെച്ചാൽ എൻ്റെ ബോഡി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങ് നീലിക്കുമായിരുന്നു. സോ ആ ഒരു പ്രശ്നം ഈ 6 monthsനകത്ത് അത് കംപ്ലീറ്റ്ലി മാറി. എന്നെ കംപ്ലീറ്റ്ലി ഇത്രയും, ഞാൻ എൻ്റെ പഴയ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഒത്തിരി വണ്ണം, അൺഹെൽതി ലുക്ക്. ഇന്ന് ഈ ഹെൽതി ലുക്ക് തന്നെ ഈ 4 പ്രോഡക്ട്സാണ്. ഇത് എൻ്റെ മാത്രമേ എന്നെ കണ്ടിട്ട് ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. ഡോക്ടറിന് വയ്യാതെ കിടന്നു, വാട്ട് ഈസ് യുവർ ചേഞ്ച്?
അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചിരുന്നു, ഞാൻ ഇത് അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടി. അവർ പിന്നെ ഒത്തിരി പേര് എന്നെ കൊണ്ടുവന്ന് ഞാനപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇത് കൊടുത്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ഈ എക്സ്പീരിയൻസ്, എനിക്ക് ഇഞ്ചക്ഷൻസ് ഇല്ല, ടാബ്ലറ്റ്സ് ഇല്ല, ഇൻസുലിൻ ഇല്ല, ഞാൻ ഒന്നുമില്ലാതെ ഈ ഒരു പ്രോഡക്ട്സിൽ മാത്രമേ, ഇപ്പം ഞാൻ പകുതി പ്രോഡക്ട്സ് നിർത്തിയിരിക്കുക, ഉള്ളി ഐപ്പൽസും കോഫി മാത്രമാണ് കുടിക്കാൻ. അത്ര വണ്ടർഫുൾ റിസൾട്ട് കിട്ടിയ ഈ പ്രോഡക്ട്സാണ്. സോ ഞാൻ നിങ്ങളെല്ലായിടത്തും പറയും, നമുക്ക് ഹെൽത്ത് ഈസ് വെൽത്ത്. സോ നമ്മൾ ഹെൽത്തി ആയിരുന്നാൽ, ഇന്ന് കൊറോണ സീസൺ ഒരാളിന് ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളവർക്ക് അത് പിടിക്കില്ല. സ്പെഷ്യലി കൊറോണ കൂടുതൽ നമ്മൾ കാണുന്നത് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ്, ഒരു ആസ്മ പേഷ്യൻ്റ്, ഒരു COPD പേഷ്യൻ്റൊക്കെയാണ് കൂടുതൽ. പക്ഷേ ഒരു ഹെൽത്തി ഒരു പേഷ്യൻ്റ് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കോവിഡ് പിടിക്കാറില്ല. ദോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. സോ ഞാൻ പറയാം, ദിസ് വാസ് എ വണ്ടർഫുൾ റിസൾട്ട്. സോ you can please share this result and use these products and try it. Thank you.